ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും എല്ലാവരും പറയുന്നൊരു ഡയലോഗാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്ന് പറയണ ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ തമ്മനയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഈ റെസിപ്പി ഇത് ചെയ്തത് അഹാനയാണ്. അപ്പം അഹാന ഒരു നല്ല ഫുഡിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് ഒട്ടും മോശമായിരിക്കത്തില്ല. അപ്പം നമുക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമായിട്ടാണ് അതിനകത്ത് അഹാന പറയുന്നത്. അപ്പം അല്ലെങ്കിലും നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അതെ ഇത് ഹെൽത്തി ആണ് എന്ന് നമുക്ക് അറിയാം. കാരണം ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് വന്ന ഫ്രൂട്ട്സ്, യോഗേർട്ട്, അങ്ങനെ ഡ്രൈഡ് ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് ഏത് ഫ്രൂട്ട്സ് വേണേലും നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ച് വേണം നമുക്കിത് പരീക്ഷിക്കാം, എക്സ്പെരിമെൻറ്റ് ചെയ്യാം എന്നാണ് അഹാന പറയുന്നത്. അപ്പം എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെ വെച്ചാണ് നമ്മൾ ഈ ഫുഡിനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള അഹാന പറഞ്ഞ് നമ്മൾക്ക് കൊതി വരുന്ന സാധനം. കണ്ടില്ലേ, നല്ല നൈസ് ആയിട്ടുണ്ട്. അതിൻ്റെ ലുക്ക് കാണാൻ തന്നെ രസമുണ്ട്. ലുക്ക് മാത്രമല്ല, നല്ല ഹൈ പ്രോട്ടീൻസും കാലറീസും എല്ലാമുള്ള ഒരു പവർ പാക്ക് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ഇതിൻ്റെ പേരാണ് പാർഫേ. പാർഫേ എന്നൊക്കെ പറഞ്ഞാൽ അതെന്ത് സാധനം എന്ന് നമ്മൾ വിചാരിക്കും. ഇതൊരു ഇംഗ്ലീഷ് ഫുഡാണ്, പക്ഷെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഫുഡാണ്. അപ്പം ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയ്ക്കുള്ള ഒരു സ്നാക്കായിട്ട് കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാം. അപ്പം ഞാൻ അഹാനയുടെ ആ ഐറ്റം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് കഴിച്ചു നോക്കിയാൽ എങ്ങനെയാണ്. ഞാനും നിങ്ങളെപ്പോലെ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം ഇത്രയും നല്ല ഇങ്ങനെ എന്താ പറയാ, പിന്നെ എനിക്ക് ഈ ആ ഒരു സ്ട്രക്ചറിനെ എനിക്ക് അങ്ങോട്ട് നശിപ്പിക്കാൻ തോന്നുന്നില്ല. സ്മെൽസ് ഗുഡ്. കഴിച്ചു നോക്കാം. സ്മെല്ല് മാത്രമേ ഉള്ളൂ, താഴെ പോവാതെ എടുക്കണം. ഇച്ചിരി ടാസ്ക്കാണ്. താഴെ പോവല്ലേ പോയി. രണ്ടു മൂന്ന് വാ കഴിച്ചിട്ട് പറയാം എങ്ങനെയാണ്. അത് ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, നൈസാ. പോലെ കഴിക്കാന്നുള്ളതാണ്. പോയി ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് കഴിക്കണമെന്ന് വിചാരിക്കും. കോരി എടുക്കുമ്പോൾ മിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനത്തെ അതോ നമ്മൾ മറ്റേ അതിനകത്ത് പറയാം മുസ്ലി ആ സാധനം, പിന്നെ ക്യാൻബ്രൈഡ് ഒക്കെ ഞാൻ മേടിച്ചത്, ഞാൻ കാണിച്ചു തരാം. അപ്പം എനിക്ക്
പല സാധനങ്ങളുണ്ട്. അപ്പം അതിനകത്ത് എന്തോ ഒരു സാധനം നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. നല്ല അവൾ കരഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാൻ എനിക്ക് തോന്നിയത് ഇത് കഴിഞ്ഞ് ഞാൻ മിക്സ് ചെയ്ത് കഴിക്കുക. ആപ്പിൾ ഇന്നലെ ഇവിടെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ആപ്പിൾ ആകാനും പറഞ്ഞായിരുന്നു, പക്ഷെ അവൾ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചുമ്മാ ആഡ് ചെയ്ത് നോക്കാം. ആപ്പിൾ ഇസ് നൈസ്. നൈസ് നൈസ്. അപ്പം ഞാൻ തിന്നുകൊണ്ടിരുന്നു, നിങ്ങൾ വെറുതെ കൊതിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ സാധനമാണ് പാഫെ. അപ്പം ഈ പറഞ്ഞ പോലെ ഫുള്ള് കഴിച്ചാൽ നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് കഴിക്കാം. ഞാനൊരു ചെറിയ ബൗളാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം, സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്ത പോലത്തെ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. സ്ട്രോബെറി ഒക്കെ മാളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ അതൊന്നും അല്ലെങ്കിൽ ഓറഞ്ച് ട്രൈ ചെയ്ത് നോക്കാൻ അവൾ പറഞ്ഞില്ല, പക്ഷെ നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ അവൾ പറഞ്ഞാൽ ഹണി യൂസ് ചെയ്യാമെന്ന്, ഷുഗർ വേണ്ടിയവർക്ക്. ഞാൻ ഹണിയൊന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നിട്ട് തന്നെ നല്ലതാണ്. ആ യോഗേർട്ടിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് നോക്കട്ടെ, നിങ്ങൾ പോയി വേഗം ഉണ്ടാക്കി.